Lord, you're holy. Lord, you're holy. നിങ്ങളെല്ലാവരും എന്നോട് അപേക്ഷിക്കണമെന്ന് യേശുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാവരും യേശുവിൻ്റെ അമ്മയോട് അപേക്ഷിക്കണമെന്ന് യേശുവിൻ്റെ അമ്മ മറിയ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാനായിലെ കല്യാണത്തിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. ആരും തന്നെ യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ല. അതിന് കാരണം യേശു ക്രിസ്തു അതുവരെ അത്ഭുതം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാനായിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. അതാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം. തുടർന്ന് ജനങ്ങൾക്ക് മനസ്സിലായി യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുന്നവനാണ്. ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ആരും മറിയത്തിൻ്റെ അടുത്ത് ചെന്ന് മറിയമേ നിൻ്റെ മകനോട് ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞില്ല. മറിയമേ ഞങ്ങളുടെ ആവശ്യം നീ നിൻ്റെ മകനായ യേശുവിനോട് പറഞ്ഞ് കാര്യം എളുപ്പത്തിൽ നടത്തിത്തരണം, അങ്ങനെ നീ ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കണം. ഇങ്ങനെ ഒരു വ്യക്തിയും മറിയത്തോട് പറഞ്ഞില്ല. മറിയം ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നോട് അപേക്ഷിക്കണമെന്ന്. കർത്താവായ യേശു ക്രിസ്തു ധാരാളം ജനാവലിയോട് വിവിധ സന്ദർഭങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ജനത്തോടൊരിക്കലും നിങ്ങളെല്ലാം എൻ്റെ അമ്മയോട് അപേക്ഷിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും മധ്യസ്ഥ എൻ്റെ അമ്മയാണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞിട്ടില്ല യേശുവിൻ്റെ അമ്മയോട് നാം അപേക്ഷിക്കുവാൻ. ഇനി യേശുവിൻ്റെ അമ്മ തന്നെയും നമ്മോട് എന്നോട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം വിശുദ്ധ ബൈബിളാണ്. ഏതെങ്കിലും മാനുഷിക പാരമ്പര്യമല്ല, ഏതെങ്കിലും സഭയുടെ പാരമ്പര്യമോ ഏതെങ്കിലും മനുഷ്യരുടെ ആശയങ്ങളോ അല്ല. ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം വിശുദ്ധ ബൈബിളാണ്. നമ്മൾ മറിയത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ മറിയം പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യരായ നമ്മൾ മറിയത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ മറിയം പറഞ്ഞിട്ടില്ല. കാരണം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം ദൈവത്തെയാണ് വാഴ്ത്തി സ്തുതിക്കുന്നത്. നമ്മളും ദൈവത്തെയാണ് വാഴ്ത്തി സ്തുതിക്കേണ്ടത്. മറിയം ഒരു സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി എന്ന രീതിയിൽ പല ബലഹീനതകളും മറിയത്തിനുണ്ട്, നമുക്കുമുണ്ട്. അപ്പസ്തോലനായ പൗലോസിനും ബലഹീനതയുണ്ട്. പൗലോസിന് ദൈവകൃപ ലഭിക്കാൻ തന്നെ കാരണം പൗലോസിന് ബലഹീനത ഉണ്ടായിരുന്നു. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. ബാല്യപ്രായത്തിൽ യേശുക്രിസ്തുവിനെ കാണാതെ മറിയവും ജോസഫും ദേവാലയത്തിലേക്ക് അന്വേഷിച്ചു പോകുന്നുണ്ട്. അവിടെ വെച്ച് യേശുക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും മറിയത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അങ്ങനെയാണ് മറിയ ചോദിക്കുന്നത്. മറിയം ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നതുകൊണ്ട് പല ബലഹീനതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തിന് കൃപ ആവശ്യമായിരിക്കുന്നത്. പൗലോസിന് ബലഹീനതയുണ്ടായിരുന്നു, അതുകൊണ്ട് പൗലോസിന് കൃപ ലഭിച്ചു. നമ്മളെല്ലാവരും നമ്മിൽ തന്നെ പരിപൂർണരാണ്. ഒരു കുറവും നമുക്കില്ല, ഒരു ബലഹീനതയും നമുക്കില്ല. നമ്മൾ സമ്പൂർണരാണ് എങ്കിൽ നമുക്ക് ദൈവകൃപ ലഭിക്കുകയില്ല. മറിയത്തിന് കൃപ ലഭിച്ചത് മറിയത്തിൻ്റെ സ്വന്തം ശക്തിയാൽ മറിയത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പൗലോസിന് ദൈവം കൃപ നൽകിയത് സ്വന്തം ശക്തിയാൽ പൗലോസിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്കും ദൈവകൃപ കർത്താവ് തരുന്നത് നമ്മുടെ സ്വന്തം ശക്തിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്ത പൗലോസ് പറയുന്നത് ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാണ്. എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ട് ഞാനിത് ചെയ്തു എന്നല്ല അദ്ദേഹം പറയുന്നത്. പൗലോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഇല്ലായിരുന്നുവെങ്കിൽ പൗലോസിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പരിമിതികളുള്ള ഒരു സൃഷ്ടിയായ മറിയം നമ്മളോട് ഒരിക്കലും നിങ്ങളെല്ലാം എന്നെ വാഴ്ത്തി സ്തുതിക്കണം, എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയുകയില്ല. മറിയം മഹത്വപ്പെടുത്തിയത്, മറിയം വാഴ്ത്തി സ്തുതിച്ചത് സർവശക്തനായ ദൈവത്തെയാണ്. സൃഷ്ടികളായ നമ്മളും മറിയത്തെയല്ല മഹത്വപ്പെടുത്തേണ്ടത്, വാഴ്ത്തി സ്തുതിക്കേണ്ടത് സൃഷ്ടാവായ ദൈവത്തെയാണ്. നാം ഏതെങ്കിലും മാലാഖയെ വാഴ്ത്തി സ്തുതിക്കുവാൻ ബൈബിൾ നമ്മളോട് പറയുന്നുണ്ടോ?
നാം മാലാഖയോട് പ്രാർത്ഥിക്കാനോ നാം ഏതെങ്കിലും മാലാഖയെ വാഴ്ത്തി സ്തുതിക്കുവാനോ പ്രകീർത്തിക്കുവാനോ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നില്ല. വെളിപ്പാട് 22-ാം അധ്യായം 8 മുതൽ വായിക്കുന്നു. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. ജീവനുള്ള മാലാഖയുടെ കാൽക്കൽ യോഹന്നാൻ വീണപ്പോൾ മാലാഖ അവനെ തടുക്കുകയാണ്. എന്നെ ആരാധിക്കരുത്, ദൈവത്തെ ആരാധിക്കുക. മാലാഖ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് മാലാഖയെ മഹത്വപ്പെടുത്തരുത്, മാലാഖയെ ആരാധിക്കാനും പാടില്ല. ജീവനുള്ള മാലാഖയാകട്ടെ ജീവനില്ലാത്ത മാലാഖയുടെ ഒരു പ്രതിമയോ പടമോ വിഗ്രഹമോ ആകട്ടെ അതിനെയും ആരാധിക്കാൻ പാടില്ല. ഇപ്പോൾ സ്വർഗത്തിൽ കോടാനുകോടി ദൈവദൂതന്മാരുണ്ട്. അവരാരും തന്നെ മനുഷ്യരോട് നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണം, ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കണമെന്ന് പറയുകയില്ല. വളരെ മുമ്പ് ദൈവദൂതന്മാരിൽ അതിശ്രേഷ്ഠനായ ഒരു കെരൂബ് നിഗളിക്കുകയും ദൈവത്തെക്കാളും ഉന്നതനാകുവാൻ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമൊക്കെ സ്വീകരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൻ വെട്ടേറ്റ് നിലത്ത് വീഴുകയും പിന്നീട് പിശാചായി മാറുകയും ചെയ്തത്. വാസ്തവത്തിൽ യഥാർത്ഥ വിശുദ്ധന്മാരാരും തന്നെ മറിയമാകട്ടെ പത്രോസാകട്ടെ പൗലോസാകട്ടെ മനുഷ്യന്മാരോട് ഒരിക്കലും പറയുകയില്ല നിങ്ങൾ ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കണം, നിങ്ങൾ ഞങ്ങളെ മഹത്വപ്പെടുത്തണം. അങ്ങനെ പറയാതിരിക്കുന്നതിൻ്റെ കാരണം എല്ലാ സ്തുതിയും മഹത്വവും സ്തോത്രവും ബഹുമാനവും സ്വീകരിക്കുവാൻ സർവശക്തനായ കർത്താവ് മാത്രമാണ് യോഗ്യൻ. എന്നാൽ പിശാച് ദൈവത്തിന് അർഹതപ്പെട്ട സ്തുതിയും മഹത്വവും വണക്കവും ആദരവും എല്ലാം മനുഷ്യരിൽ നിന്ന് കവർന്നെടുക്കുവാൻ ഇപ്പോഴും പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസിനെയും ബർണബാസിനെയും ജനങ്ങൾ വണങ്ങുവാൻ തുനിഞ്ഞപ്പോൾ അവർ ജനസമൂഹത്തെ തടുത്തു. യഥാർത്ഥ വിശുദ്ധരെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ജനങ്ങളിൽ നിന്ന് ആദരവ് ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല. അവരെ ആരെങ്കിലും പുകഴ്ത്തുവാനും വണങ്ങുവാനും ആദരിക്കുവാനും തുടങ്ങിയാൽ ഞങ്ങളെ ആദരിക്കരുതേ, ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തൂ എന്നാണ് അവർ പറയുക. അല്പം മുമ്പ് നാം വെളിപ്പാടിൽ നിന്നാണ് വായിച്ചത്. അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ യോഹന്നാന് മാലാഖ കാണിച്ചു കൊടുത്തു. ആ മാലാഖയെ നമസ്കരിക്കുവാൻ യോഹന്നാൻ തുനിഞ്ഞപ്പോൾ മാലാഖ അത് തടുത്തു. ശക്തനായൊരു മാലാഖ നിഗളിച്ചപ്പോൾ അവൻ പിശാചായി മാറിയ കാര്യം, വെട്ടേറ്റ് താഴെ വീണ കാര്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ 14-ാം അധ്യായം 12 മുതൽ വായിക്കുന്നു. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് അർഹതപ്പെട്ട ആരാധന, സ്തുതി, മഹത്വം ഏതെങ്കിലും മനുഷ്യൻ സ്വീകരിക്കാൻ പരിശ്രമിച്ചാൽ അവന് പിശാചിന് വന്ന ഈ അവസ്ഥ വരും. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം 14 മുതൽ വായിക്കുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി, നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ
തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. 19-ാം വാക്യത്തിൻ്റെ അവസാനം, ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ ധാരാളം മാലാഖമാരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു കെരൂബ് നിഗളിച്ചു. അവൻ പിശാചായി മാറി. അതിനാൽ ഏതെങ്കിലും മനുഷ്യർ മാലാഖയെ ആരാധിക്കുവാനോ വണങ്ങുവാനോ ശ്രമിച്ചാൽ അത് ഇപ്പോഴുള്ള മാലാഖമാർക്കൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യോഹന്നാൻ അപ്പസ്തോലന് മാലാഖ അന്ത്യകാല സംഭവങ്ങൾ വെളിപ്പെടുത്തി. ആ മാലാഖയെ നമസ്കരിക്കാൻ യോഹന്നാൻ ശ്രമിച്ചപ്പോൾ അതുകൊണ്ടാണ് മാലാഖ യോഹന്നാനെ തടുത്തത്. എന്നെ നമസ്കരിക്കരുത്, നീ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. മാലാഖ മനുഷ്യരിൽ നിന്നുള്ള മഹത്വമോ വണക്കമോ ആരാധനയോ സ്വീകരിക്കുകയില്ല എന്നതിൻ്റെ തെളിവാണ് ഇക്കാര്യം. ക്രിസ്ത്യാനികളായ നാം ദൈവാലയം അല്ലെങ്കിൽ പള്ളി പണിയുമ്പോൾ അതിനകത്ത് പ്രതിമകളോ സ്വരൂപങ്ങളോ ചിത്രങ്ങളോ സ്ഥാപിക്കാൻ ബൈബിൾ പറയുന്നുണ്ടോ? ക്രിസ്ത്യാനികളായ നാം ദൈവാലയം പണിയുമ്പോൾ അതിനകത്ത് പ്രതിമകളോ സ്വരൂപങ്ങളോ ചിത്രങ്ങളോ പ്രതിഷ്ഠിക്കാൻ ബൈബിൾ നമ്മോട് പറയുന്നില്ല. ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകിയിട്ടുണ്ട്. മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും സ്വരൂപമോ പ്രതിമയോ നീ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായം 3, 4 വാക്യങ്ങൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3, 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. നിയമാവർത്തനം 4-ാം അധ്യായം 15 മുതൽ 18 വരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കൽപ്പന ലഭിച്ച ഇസ്രായേൽ മക്കൾ അവർ ദേവാലയം പണിതപ്പോൾ മരിച്ചുപോയ വിശുദ്ധരുടെ ഒരു പ്രതിമയും ചിത്രവും അതിൽ വെച്ചില്ല. സോളമൻ ദേവാലയം പണിതപ്പോൾ അതിൽ മരിച്ചുപോയ അബ്രഹാമിൻ്റെയോ സാറയുടെയോ മോശയുടെയോ നോഹയുടെയോ ഇങ്ങനെ ആരുടെയും പുരുഷ പ്രതിമകൾ സ്ത്രീ പ്രതിമകൾ പ്രതിഷ്ഠിച്ചില്ല. ആദിമ ക്രിസ്ത്യാനികളും അവർ ആരാധിക്കാൻ കൂടി വരുന്ന സ്ഥലത്ത്, അതൊരു പക്ഷേ ഒരു വീട്ടിലായിരിക്കാം. അന്ന് ഇന്നത്തെ പോലുള്ള ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ എവിടെ ആരാധിക്കാനായി കൂടി വന്നിരുന്നുവോ ആ സ്ഥലത്ത് മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധരുടെ, പഴയ നിയമ വിശുദ്ധരുടെയോ രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളുടെയോ പ്രതിമകൾ വെച്ച് അതിനെ വണങ്ങുകയോ അതിനോട് അപേക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് ചേർച്ചയാണ് ഉള്ളത് എന്ന് അപ്പസ്തോലൻ ചോദിക്കുന്നുണ്ട്.
2 കൊറിന്തോസ് 6 അധ്യായം 14 മുതൽ വായിക്കുന്നു. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? ദൈവത്തിൻ്റെ ആലയമാണ് എങ്കിൽ അതിൽ വിഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. വിഗ്രഹം, പ്രതിമ അല്ലെങ്കിൽ സ്വരൂപം ഉള്ള ആലയമൊന്നും ദൈവത്തിൻ്റെ ആലയമല്ല എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? ജെറമിയ 32 അധ്യായം 33 34 വാക്യങ്ങൾ. അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത്. ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളായ നമ്മൾ ആരാധിക്കാൻ കൂടി വരുന്ന ഒരു കെട്ടിടത്തിൽ, അതായത് ദേവാലയത്തിൽ, പ്രതിമകൾ വെച്ചാൽ നാം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായാണ് പ്രവർത്തിക്കുക. മാത്രമല്ല, നാം ആരാധിക്കുന്ന ഇടത്ത് ഏതെങ്കിലും പ്രതിമകൾ, മരിച്ചുപോയ മോശയുടെ പ്രതിമയോ, മരിച്ചുപോയ അബ്രഹാമിൻ്റെ പ്രതിമയോ, മരിച്ചുപോയ സ്തേഫാനോസിൻ്റെ പ്രതിമയോ, മരിച്ചുപോയ മറിയത്തിൻ്റെ പ്രതിമയോ, ഇങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ പ്രതിമകൾ നാം അവിടെ വെച്ചാൽ ആ പ്രതിമകളെ ആരാധിക്കാനുള്ള പ്രവണത ഉണ്ടാകും. മനുഷ്യൻ്റെ പ്രവണത എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒരു സ്വരൂപത്തെയും ഒരു പ്രതിമയെയും നീ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, മൂന്നാമതായി അതിനെ ആരാധിക്കരുത്. ക്രിസ്ത്യാനികളായ നാം സ്വരൂപങ്ങളെ വണങ്ങുന്നവരാണെങ്കിൽ അക്രൈസ്തവർക്ക് നാം കൊടുക്കുന്ന സന്ദേശം എന്താണ്? സ്വരൂപത്തെ വണങ്ങരുത്, അതിനെ ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്. ഈ പ്രമാണം ലഭിച്ചവരാണ് ദൈവമക്കൾ. എന്നാൽ ക്രിസ്ത്യാനികളായ നാം തന്നെ സ്വരൂപത്തെ ഉണ്ടാക്കുകയും വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ വിഗ്രഹാരാധികളാണ് എന്നുള്ള സന്ദേശമാണ് നാം അക്രൈസ്തവർക്ക് നൽകുന്നത്. മാത്രമല്ല, അങ്ങനെ നാം സ്വരൂപത്തെ വണങ്ങുന്നവരാണ് എങ്കിൽ വിഗ്രഹാരാധന തെറ്റാണ് എന്ന് നമുക്ക് പറയാനായി യാതൊരു അവകാശവുമില്ല. നാം തന്നെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയാണെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം എടുത്തു കളയാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് നമ്മൾ സ്വരൂപത്തെ വണങ്ങുന്നവരാണ് എങ്കിൽ ആരോടും തന്നെ വിഗ്രഹാരാധന പാപമാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. എല്ലാ ക്രിസ്തീയ സഭകളും പുറജാതീയ ആചാരങ്ങളും ആരാധന രീതികളും അവരുടെ ചർച്ചിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ ധാരാളം സഭകളുണ്ട്. എന്നാൽ എല്ലാ ക്രിസ്തീയ സഭകളും പുറജാതീയ ആചാരങ്ങളും ആരാധനാ രീതികളും അതേപടി അവരുടെ ചർച്ചിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. ചില സഭകൾ മാത്രമാണ് പുറജാതീയ ആചാരങ്ങൾ, ആരാധനാ രീതികൾ അവയുടെ പേര് പോലും വ്യത്യാസം വരുത്താതെ അവരുടെ ചർച്ചുകളിൽ ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് കൊടിയേറ്റം, തുലാഭാരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. എന്നാൽ എല്ലാ ചർച്ചുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് പുറജാതീയ ആചാരങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ ചർച്ചുകളിലേക്ക് കൊണ്ടുവരാനല്ല. തിരുവചനം നമ്മോട് പറയുന്നത് നേരത്തെ വായിച്ചു, 2 കൊരിന്ത്യർ 6 അധ്യായം 14 മുതൽ വായിക്കുന്നു. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്.
നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിനെ ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമക്കൾക്ക് ഒരു വേർപാടുണ്ടായിരിക്കണം. കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. നിയമാവർത്തനം 12-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. ഇനി 32-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം, ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത്. ഇവിടെ കർത്താവ് പറയുന്നത്, അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. ഇനി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയുമരുത്. ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ്. വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉളി പ്രയോഗിക്കുന്നു. അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു. വീണ് തകരാതിരിക്കാൻ ആണിയടിച്ച് ഉറപ്പിക്കുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ്. അവയ്ക്ക് സംസാരശേഷിയില്ല. അവയ്ക്ക് തനിയെ നടക്കാനാവില്ല. ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം. നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അങ്ങ് വലിയവനാണ്. അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാണ്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. കനാൻ ദേശത്തെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയുമരുത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. ലേവ്യ പുസ്തകം 20-23. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതയുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. എന്തെന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു. ആവർത്തന പുസ്തകം 18-9. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. നിയമാവർത്തനം 12-4. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഇന്നത്തെ എല്ലാ സഭകൾക്കും ലോകത്തെ സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്താക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ എല്ലാ സഭകൾക്കും സഭയ്ക്കുള്ളിൽ കയറിക്കൂടിയ ലോകത്തെ പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ദൈവസഭയിൽ ലോകം ഒരിക്കലും കയറാൻ പാടില്ല. കാരണം ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് സഭ. പക്ഷേ കർത്താവിനോടും അവിടുത്തെ വചനത്തോടും
പല സഭകളും അവിശ്വസ്തത പുലർത്തിയപ്പോൾ ലോകം അത്തരത്തിലുള്ള സഭകളിൽ കടന്നുകൂടി. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് ലോകത്തെയും അതിലെ വസ്തുക്കളെയും സ്നേഹിക്കരുത്. ലോകത്തിലുള്ളത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ളതെല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാണ്. ഈ ലോകം പ്രാധാന്യം കൊടുക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പണം, പ്രതാപം, സ്ഥാനമാനങ്ങൾ, അതുപോലെ തന്നെ ബഹുദൈവാരാധന, വിഗ്രഹാരാധന, ഇതൊക്കെ ലോകം പ്രാധാന്യം കൊടുക്കുന്ന പല കാര്യങ്ങളുമാണ്. എന്നാൽ ചില സഭകൾ ലോകത്തെ സ്നേഹിച്ചപ്പോൾ ലോകം ആ സഭയ്ക്കുള്ളിൽ കയറിക്കൂടി. അങ്ങനെ ലോകമേത്, ചർച്ച ഏത്, ഇങ്ങനെ വ്യത്യാസമില്ലാതെ രണ്ടും കൂടി ഒന്നായിത്തീർന്നു. അങ്ങനെ ചില സഭകളിൽ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ സഭയ്ക്കകത്തും കാണാം. പല പുറജാതീയ ആചാരങ്ങൾ വരെ ഇന്ന് ചില ചർച്ചുകളിൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ സ്വാഗതം ചെയ്തതിൻ്റെ ദുരന്ത ഫലമാണ് ഇത്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമ്മോട് പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ വചനങ്ങളെയും സ്നേഹിക്കേണ്ടതിന് പകരം ചില സഭകളും അതിലെ നേതാക്കളും ലോകത്തിൻ്റെ മിത്രങ്ങളായി തീർന്നതുകൊണ്ട് ലോകം അത്തരം സഭകളെ കീഴടക്കിയിരിക്കുകയാണ്. ലോകത്തിൽ കാണുന്ന ഫാഷൻ ഭ്രമം, ലോകത്തിലുള്ള മറ്റു പല കാര്യങ്ങൾ, അതൊക്കെ പല ചർച്ചിനകത്തേക്കും ലോകത്തിൻ്റെ വസ്ത്രധാരണം, ലോകത്തിൻ്റെ ഫാഷൻ, ലോകം പ്രാധാന്യം കൊടുക്കുന്ന മറ്റു പല കാര്യങ്ങൾ ഇന്ന് പല ചർച്ചുകളുടെയും കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത്. തലയിൽ തുണിയിടാതെ, മുടി മറയ്ക്കാതെ പ്രാർത്ഥിക്കുന്ന ചില സ്ത്രീകളെ ഇന്ന് ചില ചർച്ചുകളിൽ കാണാൻ പറ്റും. അതുപോലെ ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പുരുഷന്മാരെയും ചില ചർച്ചുകളിൽ ഇന്ന് കാണാൻ കഴിയും. ലോകത്തിൻ്റെ ട്രെൻഡ് സഭയ്ക്കകത്തുള്ള പല യുവതീ യുവാക്കളെയും കീഴടക്കിയിരിക്കുകയാണ്. നിയമാവർത്തനം 22-ാം അധ്യായം 5-ാം വാക്യം, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്. അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. നിയമാവർത്തനം 22-ാം അധ്യായം 5-ാം വാക്യം, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്. അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. ലേവ്യ 19-ാം അധ്യായം 27-28 വാക്യങ്ങൾ, ചെന്നി മുണ്ഡനം ചെയ്യരുത്. ദീക്ഷയുടെ അഗ്രം മുറിക്കുകയുമരുത്. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ദേഹത്ത് പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. ഇന്ന് കേരളത്തിൽ ധാരാളം ക്രിസ്തീയ സഭകളുണ്ട്. ഈ ക്രിസ്തീയ സഭകൾക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ വിവിധ ക്രിസ്തീയ സഭകളുണ്ട്. ഈ സഭകൾക്കെല്ലാം അവിടെ ആരാധിക്കാനായി വരുന്ന വിശ്വാസികളെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. അഥവാ ക്രിസ്തു ശിഷ്യന്മാരുണ്ടെങ്കിൽ തന്നെ അവരുടെ നമ്പർ വളരെ ചെറുതാണ്. ഇന്ന് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളിൽ ഒരു വലിയ ശതമാനം പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരാണ്. Lord.